ദിലീപിനെതിരെ പറയുന്ന നടന്മാരുടെ പട്ടിക എടുത്ത് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരുപാട് പേരുണ്ട് എന്ന് പറയാം. കഴിഞ്ഞ ദിവസം അതിജീവിത പങ്കുവച്ച പോസ്റ്റിന് പിന്നാലെ നിരവധി പേർ ആ പോസ്റ്റ് പങ്കുവച്ച് എത്തിയിട്ടുണ്ടായിരുന്നു. അതിന് വല്ലാത്തൊരു ഷെയർ കൂടുതലും ഉണ്ടായിരുന്നു. പൃഥ്വിരാജിൻ്റെയൊക്കെ മൗനം പ്രേക്ഷകരെല്ലാവരും ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ പൃഥ്വിരാജ് മൗനം വെടിഞ്ഞ് സംസാരിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു. പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ് എന്ന് വ്യക്തമായി പറയാം. ഇപ്പോഴിതാ മൊഴിയിൽ ഏറ്റവും കൂടുതൽ നിർണായകമായി മാറിയത് നടൻ മുകേഷിൻ്റെ മൊഴി തന്നെയാണ് എന്ന് എടുത്തു പറയുന്നു. മുകേഷിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുകയാണ് എന്ന് തന്നെ പറയാം. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ മുകേഷിൻ്റെ മൊഴി കോടതിയിൽ ഏൽക്കാതെ പോയതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. വളരെ നിർണായകമായി മാറിയ ഒരു മൊഴി തന്നെയായിരുന്നു ഈ കേസിൽ ശരിക്കും പറഞ്ഞാൽ മുകേഷിൻ്റേത്. എന്നാൽ പിന്നീട് അറിഞ്ഞത് മുകേഷിൻ്റെ മൊഴി കോടതിക്ക് സ്വീകാര്യമല്ല എന്നാണ്. അതൊരു തെളിവായി തന്നെ എടുക്കാൻ സാധിക്കില്ല എന്നതായിരുന്നു. മുകേഷും ദിലീപും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. മൈ ബോസും ടു കൺട്രീസും ഒക്കെ ധാരാളമാണ് അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തെക്കുറിച്ച് പറയാൻ തന്നെ. ശരിക്കും പറഞ്ഞാൽ ടു കൺട്രീസിൽ മുകേഷിൻ്റെയും ദിലീപിൻ്റെയും ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ശരിക്കും പറഞ്ഞാൽ സൗഹൃദത്തിനുപരി അവർ തമ്മിൽ നല്ല സാഹോദര്യ ബന്ധമായിരുന്നു. എന്നാൽ ആക്രമിക്കപ്പെട്ട നടിയെ ഒരിക്കലും മാറ്റി നിർത്താനാകില്ലല്ലോ മുകേഷിന്. അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം വെളിപ്പെട്ട് പറയുകയും ചെയ്തു. അതോടെയാണ് പ്രശ്നങ്ങളെല്ലാം വഷളായത്. ശരിക്കും പറഞ്ഞാൽ മുകേഷിൻ്റെ മൊഴി വളരെയധികം നിർണായകമെന്ന് പറയുന്നതിൽ പല കാരണങ്ങളുമുണ്ട് എന്ന് എടുത്തു പറഞ്ഞേ മതിയാകും. സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും എടുത്തു പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വ്യക്തമാവുന്നത്. ആരാധകരുടെ സ്നേഹം അതാണ് ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യം എന്നുകൂടി പറയുന്നു. പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹം പങ്കുവയ്ക്കാനും പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നതും. മുകേഷിനോടൊപ്പം തന്നെ നിരവധി പേർ ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. ഇപ്പോൾ തന്നെ കൃത്യമായ വാക്കുകൾ കൊണ്ട് എല്ലാവരും അത് ഏറ്റെടുക്കുന്നു എന്നും പറയുന്നു. ആരാധകരോടൊപ്പം സ്നേഹത്തോടെ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനും പറ്റുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ദിലീപിനെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ മൊഴി പറഞ്ഞു എന്നത് പിന്നീട് ദിലീപിന് തിരിച്ചറിയാൻ സാധിക്കും. ഇനി അതനുസരിച്ച് മാത്രമേ ദിലീപ് എല്ലാവരോടും സംസാരിക്കുകയുള്ളൂ. ഒരു കൈ അകലം എല്ലാവരോടും പാലിക്കുമെന്നത് ഉറപ്പാണ്. കാരണം അത്തരത്തിലൊരു തീരുമാനമായിരിക്കാം ദിലീപ് എടുക്കാൻ പോകുന്നത്. പ്രേക്ഷകരും അത് തന്നെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നൊരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് പറയാം. കാരണം ആരാധകർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ഇതിനിടയിൽ തന്നെ സാധിക്കുന്നുമുണ്ട്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നൊരു വാർത്തയായി ഇത് മാറുന്നതിനോടൊപ്പം തന്നെ ആരാധകരുടെ പ്രീതിയായി തന്നെ ഇക്കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും ചെയ്യുന്നു. ദിലീപ് വിഷയം വളരെയധികം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിജീവിതയ്ക്കൊപ്പമാണ് എല്ലാവരും. അതിജീവിതയ്ക്ക് നീതി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ അതിജീവിതയുടെ പോസ്റ്റുമായി പങ്കുവച്ച് നിരവധി പേർ എത്തുകയും ചെയ്യാറുണ്ട്. അത്തരത്തിൽ വളരെയധികം രീതിയിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും കൃത്യമായി തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ ഒന്നു മാത്രമല്ല സംസാരിക്കാറുള്ളത്. ഓരോ തവണയും ഈ വിഷയത്തെക്കുറിച്ച് പല രീതിയിലുള്ള അവരുടെ അഭിപ്രായവും അവരുടെ ജ്ഞാനവും എല്ലാം ഒരുമിച്ച് ചേർത്താണ് സംസാരിക്കാറുള്ളത്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെന്നും പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.